കോഴഞ്ചേരിക്കാരെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. കോഴഞ്ചേരി പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഞാൻ ഇന്നത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കോഴഞ്ചേരി പാലത്തിൽ കൂടെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചപ്പോൾ ദാണ്ട്ര കോഴഞ്ചേരി പാലത്തിന്റെ ഒരു ആർച്ച് ഇനിയും പണി കഴിയാനുണ്ട്. പിന്നെയാണ് മനസ്സിലാക്കിയത് കോഴഞ്ചേരി പാലത്തിന്റെ അല്ല, കോഴഞ്ചേരി അപ്രോച്ച് റോഡിന്റെ ടാറിങ്ങിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞതെന്ന്. അപ്രോച്ച് റോഡെങ്കിൽ അപ്രോച്ച് റോഡ് തന്റെ ആരോഗ്യസ്ഥിതിയൊന്നും വകവയ്ക്കാതെ ആരോഗ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ MLA. എന്തായാലും ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികൾ ധാരാളം ആക്ഷേപങ്ങളാണ് ഈ ഉദ്ഘാടനത്തെ കുറിച്ച് പറയുന്നത്. പാലം പണി പൂർണ്ണമായും പൂർത്തിയാകാതെ അപ്രോച്ച് റോഡ് മാത്രം ടാർ ചെയ്ത് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ് ആക്ഷേപങ്ങളായിട്ട് ഇവർ പറയുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉദ്ഘാടനങ്ങളോ ബാക്കി അതുപോലത്തെ കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കി അതിൻ്റെതായിട്ടുള്ള ഉദ്ഘാടനം നടത്തി. അതിനെന്താണ് തെറ്റ്? ഇവർ കൊണ്ടുവന്ന ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഇവർ MLA ആയിരിക്കുന്ന സമയത്ത്, 8 വർഷം മുമ്പേ ഇവർ MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടുവന്ന ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഇവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിൽ എന്താണ് ഇവിടെ തടസ്സം? നമ്മുടെ രാജ്യത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് വേണ്ടത്. ഇവർ കൊണ്ടുവന്ന ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയാണ് ഈ പാലം പണി. ഇനി ഇവരല്ല ഇവിടെ നാളെ MLA ആയിട്ട് വരുന്നതെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരണമെന്നേ. ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിനുള്ളിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള പണി പൂർത്തിയാവുകയും അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഇവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെൽത്തി പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകളാണ് നടക്കേണ്ടത്. നീ പാലം കൊണ്ടുവന്നല്ലേ, എന്നാൽ ഞാൻ അതിനേക്കാൾ വലിയൊരു സാധനം കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റി കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പൊളിറ്റിക്കൽ വാറുകളാണ് നടക്കേണ്ടത്. അങ്ങനെ ഉണ്ടായാലല്ലേ ജനങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റുകൾ ഉണ്ടാവുകയുള്ളൂ. നമുക്കിതിനെ പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാം. അതിനെ പഠന വിധേയമാക്കിക്കൊണ്ട് അടുത്ത ഡെവലപ്മെന്റ് ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന് പാലം പണിക്ക് വേണ്ടി 8 വർഷം എടുത്തു? എന്തുകൊണ്ടാണ് 16 കോടി എന്നുള്ള ആദ്യത്തെ ഒരു ബഡ്ജറ്റ് 19 കോടിയിൽ അധികമായിട്ട് മാറിയത്? പിന്നീട് കരാറുകാരൻ എന്തുകൊണ്ട് മാറി എന്നുള്ള രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടക്കണം. ഇവർക്ക് ധാരാളം ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ കൺവിൻസ് ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്കും ആ ചോദ്യമുണ്ട്, 8 വർഷം എന്തുകൊണ്ട് എടുത്തു? ഈ വയനാട്ടിലെ വീടുകളൊക്കെ ഉദ്ഘാടനം ചെയ്തല്ലോ, നല്ല മനോഹരമായിട്ടുള്ള വീട്, അതിനൊന്നും നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രം അതിന്റെ പണി തീർന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത്ര വർഷം എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കാണെങ്കിൽ ആയിക്കോട്ടെ. നമുക്ക് അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തിയിട്ട് വേണം ഹെൽത്തി ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻസിലേക്ക് പോകാൻ വേണ്ടി. ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവർ പറയുന്നത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ഇവിടെ വീണ ജോർജിന് പകരം മറ്റ് കോൺഗ്രസിലെ ഒരു MLA ആയിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറം പ്രതിഷേധങ്ങൾ കണ്ടേന്ന് നമുക്കും അറിയാം. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൾച്ചർ രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് എത്ര മനോഹരമായിട്ടാണ് പണി തീർത്തിട്ടുള്ളത്. അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നു. ഇതിനു മുമ്പ് കോൺഗ്രസ് ഇരുന്ന സമയത്താണ് ആ പറയുന്ന മറ്റേ ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത്, അതിന്റെ അപ്പുറത്തുള്ള ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കുന്നു. അതും അംഗീകരിച്ചുകൊണ്ട് അതുപോലത്തെ അപ്പം അവിടെ ഒരു കോമ്പറ്റീഷൻ ആയില്ലേ. ഇങ്ങനത്തെ കോമ്പറ്റീഷനിലൂടെയാണ് നമുക്ക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റികളിലെ ഡിസ്കഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത്.